ഹേ ഡിയർ ആനിമേ ഫാൻസ്, ആഫ്റ്റർ ലോങ് ടൈമിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഐ തിങ്ക് 8 months സംതിങ് ആയി. എനിക്ക് എൻ്റെതായ ഒരുപാട് പേഴ്സണൽ റീസൺസ് ആൻഡ് ഓൾസോ ഒരു ജോബും കിട്ടി. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പോൾ ടൈം മാനേജ് ചെയ്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ അടിച്ചത്. വീക്ക്ലി 1 വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോസ് പെർ വീക്ക് എന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ എൻ്റെ പ്ലാൻ 100% വർക്ക്ഔട്ട് ആകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. What a failure. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. വൺ പീസ് വിൽ ട്രൂലി ബിഗിൻ ഇറ്റ് ഫൈനൽ പേസ് വെൻ എ മാൻ വിത്ത് ഐ പാച്ച് അപ്പിയേഴ്സ്. എന്ന് വെച്ചാൽ വൺ പീസ് ആനിമയിൽ എപ്പോഴാണോ നമ്മളൊരു ഐ പാച്ച് മാനെ കാണുന്നത് അപ്പോൾ വൺ പീസിന്റെ എൻഡ് പേസ് ആരംഭിക്കുമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ വൺ പീസിന്റെ എൻഡ് തന്നെ. ഇത് ഞാൻ പറഞ്ഞതല്ല, വൺ പീസിന്റെ ക്രിയേറ്ററായ സാക്ഷാൽ ഓട തന്നെ പറഞ്ഞ കാര്യമാണ്. അതും 2008, ഇപ്പോൾ 2026. സോ 18 കൊല്ലം മുൻപേ തന്നെ ഓട ഒരു ക്യാരക്ടറിനെ കുറിച്ചും ഈ ക്യാരക്ടർ മൂലം ഉണ്ടാകുന്ന ഇമ്പാക്ട്, അതായത് വൺ പീസിന്റെ എൻഡിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാൻ ഗെസ് ദ ലെവൽ ഓഫ് ദിസ് ക്യാരക്ടർ. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം വൺ പീസ് എന്നത് വലിയൊരു മിസ്റ്ററിയാണ്. വൺ പീസ് ആനിമയിലുള്ള ക്യാരക്ടേഴ്സ് അതിനേക്കാൾ മിസ്റ്ററിയാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഷാങ്ക്സ്, റോക്ക് ഡി സബഗ്, മങ്കി ഡി ഡ്രാഗൺ, ഇമു തുടങ്ങിയ ക്യാരക്ടേഴ്സ് എല്ലാം തുടക്കത്തിൽ വളരെ മിസ്റ്റീരിയസ് ഫിഗേഴ്സ് ആയിരുന്നു. ഇപ്പോഴാണ് അവരുടെ ട്രൂ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവർ ആരാണ് എന്നുള്ള ധാരണയെങ്കിലും നമുക്ക് ലഭിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഓട ഹൈഡിങ് ദിസ് ക്യാരക്ടർ ഫ്രം us. അതേപോലെ ഓടയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മിസ്ലീഡിംഗ് എന്ന് പറയുന്നത്. യെസ്, വൺ പീസിലെ പല പ്ലോട്ടിസ്റ്റുകളും മിസ്ലീഡിങ്ങിലൂടെ ആയിരുന്നു. അതിന് ബിഗസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മൊമോനോസ്കിയുടെ ട്രൂ ഐഡന്റിറ്റി റിവീൽ ആകുന്ന ആ സീൻ തന്നെയാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആക്ച്വലി ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. മങ്കി ഡി റോക്സ് സോറി മങ്കി ഡി ഡ്രാഗൺ, റോക്ക് ഡി സബക്ക്, ഈമു, ഷാങ്ക്സ് തുടങ്ങിയ ക്യാരക്ടേഴ്സിനെ കുറിച്ചെല്ലാം ഓട തലങ്ങും വിലങ്ങും മെൻഷൻ ചെയ്യുമ്പോഴും റിവീലാക്കുമ്പോഴും ഈ ഒരു ക്യാരക്ടറിനെ മാത്രം ഓട നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നു. 2008 മെൻഷൻ ചെയ്തതിന് ശേഷം 18 വർഷമായിട്ടും ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമുക്കൊരു ഹിന്റ് പോലും നൽകിയിട്ടില്ല. ആക്ച്വലി കുറച്ച് ഹിന്റ് നൽകിയിട്ടുണ്ട്, ബട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇത് എന്താണ് എന്ന് നോക്കിയാൽ വൺ പീസിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഷിപ്പിനെ കുറിച്ചും ആ ഷിപ്പിന്റെ അകത്തുള്ള ഒരു ക്യാരക്ടറിന്റെ ഒരു പവറിനെ കുറിച്ചും മെൻഷൻ ചെയ്യുന്നുണ്ട്. കൂടുതൽ പറഞ്ഞാൽ അതൊരു വലിയ സ്പോയിലറായി മാറും. സോ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, ഇത് വിട്ടേക്ക്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. ലോകത്ത് പൈററ്റ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന സിനിമകളിലും സീരീസുകളിലും ഈവൻ കാർട്ടൂൺസിൽ പോലും ഒരു ഐ പാച്ച് മാൻ ക്യാരക്ടർ ഉണ്ട് ഗൈസ്. നമുക്കത് കാണാൻ സാധിക്കും. എന്നിട്ടും 26-27 കൊല്ലമായ സ്റ്റിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വൺ പീസിൽ ഒരു ഐ പാച്ച് ക്യാരക്ടറിനെ പോലും കാണുന്നില്ല. എന്തൊരു പറയണം, പൈററ്റ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യാത്ത ആനിമേസിൽ പോലും ധാരാളം ഐ പാച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓ സോറി ഗൈസ്, മിസ്ലീഡ് അഗെയിൻ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഓട ഈ ഒരു ക്യാരക്ടറിനെ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു ക്യാരക്ടർ തന്നെയാണ് ഓടയുടെ വജ്രായുധം അല്ലെങ്കിൽ ഒരു ഹിഡൻ വെപ്പൺ എന്നൊക്കെ പറയാം. ഐ മീൻ, ഹൂ ഇസ് ദിസ് ഗൈ മാൻ? ഇതൊരു ഹീറോ ആണോ, വില്ലൻ ക്യാരക്ടർ ആണോ, അതോ ആന്റി ഹീറോ ആയിരിക്കുമോ? അറിയില്ല. ബട്ട് ഐ ഹാവ് സം തിയറീസ്. ചിലപ്പോൾ ഇത് സത്യമാവാം, ചിലപ്പോൾ ഇത് സത്യമല്ലാതെയും ഇരിക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ തിയറീസ് എന്ന് നോക്കുന്നതിന് മുൻപ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും തുടർന്ന് ഇതുപോലുള്ള ആനിമെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ഈ വീഡിയോക്ക് ലൈക്കും നിങ്ങളുടെ ആനിമെ ഫ്രണ്ട്സിന് ഷെയറും കൂടെ ചെയ്യുക. എന്നാൽ മാത്രമേ ഈ വീഡിയോക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും എനിക്ക് തുടർന്ന് വീഡിയോ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. സോ ഫ്രണ്ട്സ്, ഡു ഇറ്റ് ഫോർ മീ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ദ ഐ പാച്ച് മാൻ ഈസ് ജോയ് ബോയ്. ജോയ് ബോയ് ഈസ് ദ മോസ്റ്റ് മിസ്റ്റീരിയസ് ഫിഗർ ഇൻ ഹിസ്റ്ററി ഓഫ് വൺ പീസ്. ആൻഡ് ജോയ് ബോയുടെ കാലഘട്ടം എന്ന് പറയുന്നത് വോയിഡ് സെഞ്ചുറിയാണ്. ആൻഡ് ഇതേ വോയിഡ് സെഞ്ചുറി ടൈമിലാണ് ഏൻഷ്യന്റ് കിങ്ഡംസിനെതിരെ ജോയ് ബോയ് ഫൈറ്റ് ചെയ്യുന്നതും തന്റെ മിഷനിൽ ജോയ് ബോയ് പരാജയപ്പെടുന്നതും. എന്തുകൊണ്ട് ആ ടൈമിൽ, അതായത് ആ വാർ നടക്കുന്ന ടൈമിൽ ജോയ് ബോയ്ക്ക് ഒരു കണ്ണ് നഷ്ടപ്പെട്ടുകൂടാ? തുടർന്ന് ഒരു ഐപ്പാച്ച് വെച്ച ആളായി എന്തുകൊണ്ട് ജോയ് ബോയ് മാറിക്കൂടാ? ഇതുവരെയായിട്ടും ജോയ് ബോയുടെ ഒരു ബ്ലാക്ക് കളർ ഷാഡോ മാത്രമേ ഓട നമ്മളെ കാണിച്ചിട്ടുള്ളൂ. സോ ആ ബ്ലാക്ക് കളർ ഷാഡോയ്ക്കുള്ളിൽ ജോയ് ബോയുടെ ഫേസിൽ ഓട ഐപ്പാച്ച് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഐപ്പാച്ച് മാനെ കാണിക്കുന്ന ടൈമിൽ വൺ പീസിന്റെ എൻഡ് പേസ് ആരംഭിക്കുമെന്നത് കൊണ്ട് ഓട ഉദ്ദേശിച്ചത് ജോയ് ബോയിനെ ഫൈനൽ പേസ് കാണിക്കാനാണോ? അറിയില്ല, എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഓട ഒരു ഹിന്റ് പോലും തരാതെ ഈ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന്. സോ ജോയ് ബോയ് തന്നെയാണ് ഐ പാച്ച് മാൻ എന്ന് പറഞ്ഞാൽ അതും തള്ളി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ജോയ് ബോയിനെ കാണിക്കുമ്പോഴേക്കും വൺ പീസിന്റെ എൻഡ് കിക്ക് ഓഫിലോട്ട് അടുത്തിരിക്കും. ആൻഡ് അതേപോലെ രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയ തിയറിയാണ്. ദ ഐ പാച്ച് മാൻ ഈസ് ദ ട്രൂ വില്ലൻ ഓഫ് ദ വൺ പീസ്. നമുക്കെല്ലാം ഇമു എന്ന ക്യാരക്ടറിനെ കുറിച്ച് അറിയാം. ദ ട്രൂ റൂളർ ഓഫ് ദ വൺ പീസ് വേൾഡ്, ആക്ച്വലി റൂളിംഗ് ഫ്രം ദ ഷാഡോസ് എന്ന് പറയാം. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓട ലവ്സ് മിസ് ഡയറക്ഷൻ. ആൻഡ് വാട്ട് ഇഫ് ഇമു എന്ന ക്യാരക്ടർ ഒരു ഫൈനൽ ഫിസിക്കൽ എനിമി അല്ല എങ്കിൽ അത് ഐ പാച്ച് മാൻ ആണെങ്കിലോ? ആൻഡ് ഈ ഇമു പോലും ഐ പാച്ച് മാൻ അണ്ടറിലുള്ള ഒരാളാണെങ്കിൽ, ഇനി ജോയ് ബോയ്ക്കെതിരെ ഫൈറ്റ് ചെയ്ത വ്യക്തികളിൽ പ്രധാനി ഈ ഐ പാച്ച് മാൻ ആണെങ്കിലോ? ഇതേ ജോയ് ബോയ് തന്നെ ഫൈറ്റിനിടയിൽ ഈ ഒരു ക്യാരക്ടറിന്റെ കണ്ണ് നശിപ്പിച്ചതാണെങ്കിൽ
മേ ബി അങ്ങനെയും വരാമല്ലോ. സോ ഈ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഐ മീൻ സാധ്യതകൾ അനവധിയാണെന്ന് പറയാം. ചിലപ്പോൾ ഈ ഒരു ക്യാരക്ടർ ആയിരിക്കാം റോജറിന് മുൻപേ ഉള്ള പൈററ്റ് കിങ്, ചിലപ്പോൾ ഇതേ ക്യാരക്ടർ തന്നെയായിരിക്കാം ഡീക്ലാനിന്റെയും വൺ പീസിന്റെയും മെയിൻ എനിമി. ആൻഡ് ചിലപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയി തോന്നിയൊരു കാര്യമാണ്. മേ ബി ഈ ഒരു ക്യാരക്ടറിനെ വേൾഡ് ഗവൺമെന്റ് ഹിസ്റ്ററിയിൽ നിന്നും തന്നെ എറേസ് ചെയ്തൊരു വ്യക്തിയാകാനും ചാൻസ് ഉണ്ട്, ലൈക്ക് നമ്മുടെ റോക്ക് ഡീസബക്കിനെ പോലെ. ഇനി റോക്ക് ഡീസബക്ക് ആരാധിക്കുന്ന ഡേവിഡ് ജോൺസ് എന്ന ക്യാരക്ടർ തന്നെയാണ് ഈ വൺ ഐ പാച്ച് എന്ന് പറഞ്ഞാലും വലിയ അത്ഭുതമൊന്നും വരാൻ പോകുന്നില്ല ഗൈസ്. ഈ ഒരു ക്യാരക്ടറിന്റെ പവർഫുള്ളായ പാസ്റ്റ് കാണിച്ച് പ്രസന്റ് പോർഷനും കാണിച്ച് ഒരു മെയിൻ വാറിന് ശേഷം വൺ പീസ് അവസാനിച്ചെന്നും വരാം. വൺ പീസ് ആണ് ഗൈസ്, എന്തും സംഭവിക്കാം. ആൻഡ് തേർഡ് തിയറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലിസ്റ്റിലെ എന്റെ ഫേവററ്റ് തിയറി അത് ഇതാണ്, ദ ഗേറ്റ് കീപ്പർ ഓഫ് ലാഫ്ടെയിൽ. ലാഫ്ടെയിലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. നമ്മുടെ വൺ പീസ് വേൾഡിലെ വൺ പീസ് എന്ന ട്രഷർ ഇരിക്കുന്ന ഐലൻഡ് നെയിമാണ് ലാഫ്ടെയിൽ. സോ നിങ്ങൾ ഇങ്ങനെ കരുതുക, ഐ മീൻ ഞാൻ പറയുന്ന ഒരു സ്റ്റോറി പോലെ കരുതുക. ലാഫ്ടെയിലിൽ എത്തിച്ചേർന്ന റോജറിന്റെ ക്രൂവിലെ ഒരു മെമ്പറാണ് വൺ ഐ പാച്ച് മാൻ. റോജറിന്റെ ട്രഷറിനെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഗേറ്റ് കീപ്പർ എന്ന പോലെ റോജർ തന്നെ ഈ ഒരു വൺ ഐ പാച്ച് മാനെ നിയമിച്ചതായിരിക്കാം. തന്റെ ട്രഷർ എടുക്കാൻ വരുന്നയാൾ വർത്തിയാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം റോജർ ഇങ്ങനെ കാണിക്കുന്നത്. മേ ബി റോജറിന്റെ ക്രൂവിലെ ഏറ്റവും വലിയ സ്ട്രോങ്സ്റ്റ് ക്യാരക്ടർ ഈ ഒരു വൺ ഐ പാച്ച് മാൻ കൂടെ ആവാം. ഈവൻ ഷാങ്സിനെക്കാളും റെയിലിയെക്കാളും ഗബ്ബനേക്കാളൊക്കെ മേലെ. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആർക്കിൽ ലൂഫി വിസസ് വൺ ഐ പാച്ച് മാൻ എന്നുള്ളൊരു ബാറ്റിൽ തന്നെ ഉണ്ടായേക്കാം. മാൻ ഐ എം എക്സൈറ്റഡ്. ഐ മീൻ അങ്ങനെ സംഭവിച്ചാൽ കൊള്ളായിരുന്നു. ആൻഡ് ഈ തിയറി വെച്ച് നോക്കിയാൽ ഈ തിയറി ശരിവെക്കുന്ന ഒരു വൺ വേ ലൈൻ തന്നെ അവിടെ വരച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വൺ പീസിന്റെ പ്രൊട്ടോഗണിസ്റ്റ് ആയ ലൂഫിനെ ബിഗിനിങ് മുതൽ, അതായത് ഓരോ ആർക്ക് എന്ന ഫോമിലോ ഐലൻഡ് എന്ന രീതിയിലോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, റോജറിന്റെ ക്രൂമേറ്റ്സ് ലൂഫിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ലൂഫിനെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണ് അവരെന്ന് പറയാം. ലൂഫിക്ക് ലൈഫ് ഫ്ലോട്ട് കൊടുക്കുന്നത് ഷാങ്സ് ആണ്. ആക്ച്വലി ഇത് കൊടുക്കുമല്ല. എനിവേ പിന്നീട് ബഗ്ഗി ആയിട്ടുള്ള എൻകൗണ്ടർ, അതിനുശേഷം റെയിലിയുടെ അടുത്തുനിന്നും ലോട്ട് ഓഫ് ടെക്നിക്സ് പഠിക്കുന്നു. ആൻഡ് ഓഡൻ എന്ന ക്യാരക്ടർ നമുക്ക് വിട്ടേക്കാം. പിന്നീട് എൽബ പാർക്കിൽ ഗബ്ബന്റെ അടുത്ത് കുറെ സംഭവങ്ങളൊക്കെ പഠിക്കുന്നു. ഇനിയും വേറെ കുറെ ക്രൂമേറ്റ്സിനെ കണ്ടെന്ന് വരാം, അവരുടെ അടുത്തെങ്കിലും പഠിച്ചെന്ന് വരാം, ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞെന്ന് വരാം. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, സോറി ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് മെൻഷൻ ചെയ്തേയില്ല. ഈ ഒരു ക്യാരക്ടറും റോജറിന്റെ ക്രൂവിൽ ഉണ്ടായിരുന്നു. റോജറിന്റെ ഷിപ്പിലെ ഡോക്ടർ ആയിരുന്നു ഇദ്ദേഹം. ക്രോക്കോസ് എന്നാണ് പേര്. ടിൻ കേപ്പ് ഹൗസിൽ വെച്ച്, അതായത് റിവേഴ്സ് മൗണ്ടനിൽ വെച്ച്, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ലൈൻ്റെ അകത്ത് വെച്ചാണ് ലൂഫിനെ കാണുന്നത്. സോ വാട്ട് ഇഫ് ഇവരെല്ലാം ചേർന്ന് ലൂഫിനെ പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതും ഫൈനൽ ബാറ്റിൽ ആയിട്ടുള്ള വൺ ഐ പാച്ചിന് വേണ്ടി? സൗണ്ട് ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? യാ, അങ്ങനെയാണെങ്കിലും സൂപ്പർ ആയിരിക്കും. ഓടെ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഈ ക്യാരക്ടറിനെ കാണുമ്പോൾ വൺ പീസ് അവസാനിക്കുമെന്നല്ലേ? മേ ബി ഹി ഈസ് ദ ഗേറ്റ് കീപ്പർ ഓഫ് ദ വൺ പീസ്. ആൻഡ് ഈ ഒരു ക്യാരക്ടറിനെ തോൽപ്പിച്ച് ലൂഫി വൺ പീസ് ഇരിക്കുന്ന ലാഫ്ടെയിൽ ഐലൻഡിൽ എത്തിച്ചേരുമ്പോൾ വൺ പീസ് അവസാനിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഓടെ മീൻ ചെയ്ത്. മേ ബി വൺ പീസ് ഇരിക്കുന്ന ഐലൻഡിൽ എത്തിച്ചേരുമ്പോൾ ആയിരിക്കാം ശരിക്കുള്ള സ്റ്റോറി തുടങ്ങുന്നത് തന്നെ. അങ്ങനെയും പല തിയറീസ് ഉണ്ട്. ചില കാര്യങ്ങളുടെ അവസാനമാണ് പുതിയ കാര്യങ്ങളുടെ തുടക്കം. ആൻഡ് ഈ വൺ ഐ പാച്ച് എന്നത് ഒരു സിമ്പിൾ കൂടെയാണ്, ഒന്നിൻ്റെ അല്ല ഇഷ്ടം പോലെയുള്ള കാര്യങ്ങളുടെ. അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഇതെല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. സോ ഇനി ഇങ്ങനെയൊന്നും അല്ല എങ്കിൽ പോലും ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് അറിയുമ്പോൾ വോയിഡ് സെഞ്ചുറി ടൈമിൽ എന്തൊക്കെ നടന്നെന്ന് റിവീൽ ആകും. അതൊരു മെയിൻ ബ്രൂട്ടൽ വാറിലോട്ട് കലാശിക്കും. ദെൻ വൺ പീസ് വിൽ ബി എൻഡ്. അങ്ങനെയുമായിരിക്കാം. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വരും വീഡിയോസിൽ ഞാൻ ഏത് കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കണമെന്ന് കമന്റ് ചെയ്യുക. ഈ തിയറീസിൽ നിങ്ങളുടെ ഫേവററ്റ് തിയറി ഏതാണെന്നും കൂടെ കമന്റ് ചെയ്യുക. ആൻഡ് വീഡിയോ അവസാനിക്കുന്നതിന് മുൻപേ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇങ്ങനെ ഐസിൽ സ്കാറുള്ള ഷാങ്സിനെങ്കിലും ഒരു ഐ പാച്ച് കൊടുക്കായിരുന്നു ഉടയ്ക്ക്. ആരോട് പറയാൻ. സോ ഗൈസ്, വൺസ് അഗെയിൻ ബൈ. ഫീൽസ് ഗുഡ് ടു ബി ബാക്ക് വിത്ത് യു ഓൾ.